അമേരിക്കൻ ആഭ്യന്തര കലാപം നടക്കുന്ന സമയത്ത് ഒരു യുവാവ് അമേരിക്കയോടുള്ള അതീവ സ്നേഹത്തോടു കൂടി എബ്രഹാം ലിങ്കൻ എന്ന പ്രസിഡന്റിനെ സമീപിച്ച് പറയുന്നു, എന്നെ യുദ്ധമുഖത്തേക്ക് അയക്കുക, അമേരിക്കയ്ക്ക് വേണ്ടി പടപൊരുതി മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു ഡൈ ഫോർ അമേരിക്ക. അബ്രഹാം ലിങ്കൻ ഈ യുവാവിനെ ഓഫീസിലെ ഒരു സെക്രട്ടറി ആക്കി മാറ്റി. അയാൾക്ക് സങ്കടമായി. കാരണം അയാൾ മരിക്കാൻ വന്നയാളാണ്. ഇപ്പോൾ ഓഫീസ് ജോലിക്ക് വേണ്ടിയാണ് നിയുക്തനാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അയാൾ പറഞ്ഞു, സർ, ഐ വാണ്ട് ടു ഡൈ ഫോർ അമേരിക്ക, സെൻഡ് മീ ടു ദ വാർ ഫ്രണ്ട്. അപ്പോൾ അബ്രഹാം ലിങ്കൻ പറഞ്ഞ മറുപടി ശരിക്കൊരു ധ്യാന വിഷയമാണ്. There are so many people who are ready to die for America. I want people who are living for America. അമേരിക്കയ്ക്ക് വേണ്ടി മരിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ എനിക്ക് ആവശ്യം അമേരിക്കയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളെയാണ്. ഈ ക്രിസ്തുവിന് വേണ്ടി മരിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. മരിക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതിലൊരു ആത്മാർത്ഥതയൊക്കെ ഉണ്ട്. പക്ഷെ മരിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കലാണ്. കാരണം ആത്മാർത്ഥമായിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ 1000 വട്ടം മരിക്കേണ്ടി വരും. നമ്മുടെ ഈഗോ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടേതായ പലതും മാറ്റിവെക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ മദർ തെരേസ പറഞ്ഞതുപോലെ എവറി മോമെൻറ്റ് ഡെത്ത്, എവറി മോമെൻറ്റ് ബർത്ത് എന്ന അവസ്ഥയിലേക്ക് ഒരാൾ നീങ്ങേണ്ടി വരും. ഓരോ നിമിഷവും ഞാൻ എൻ്റെ ഈഗോയെ കൊന്നിട്ട് ഓരോ ദിവസവും ക്രിസ്തുവിന് ഞാൻ ജന്മയോഗയാണ് എന്ന് പറയാവുന്ന ഒരവസ്ഥാന്തരമാണത്. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വളരുന്നതിന് വേണ്ടി ഹൃദയം ഒരുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആമുഖമായിട്ട് ഇതൊക്കെ പറഞ്ഞതിൻ്റെ കാരണമുണ്ട്. ഞാനിപ്പോൾ വായനയ്ക്ക് വേണ്ടി എടുത്തത് ഹെൻറിക് ഷീൻകെവിച്ചിൻ്റെ ഖോ വാദിസ് എന്ന നോവലാണ്. ശരിക്കും ചില പുസ്തകങ്ങളൊക്കെ നമ്മൾ വളരെ ട്രബിൾഡാക്കും. എല്ലാ പുസ്തകങ്ങളും കംഫർട്ടിങ് ആക്കുന്ന പുസ്തകങ്ങളല്ല. ഈ ട്രബിൾഡാക്കുന്ന പുസ്തകങ്ങൾ നമ്മുടെ സ്വാർത്ഥതയിൽ ചത്തിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മളെ തൊട്ടുണർത്തും. എന്നിട്ട് ചാലഞ്ച് ചെയ്യുകയാണ്. ജീവിതത്തിൽ കുറച്ചുകൂടി ദൈവത്തിൻ്റെ സ്വരമായി മാറാനുള്ള ഒരു വെല്ലുവിളി മുഴക്കപ്പെടുകയാണ്. ഈ കോവാദിസ് എന്ന പുസ്തകം അങ്ങനെയുള്ള പുസ്തകമാണ്. AD 54-68 കാലഘട്ടത്തെ ആസ്പദമാക്കി എഴുതപ്പെട്ടിട്ടുള്ള അങ്ങേറ്റ ആഴമുള്ള പുസ്തകം. നീറോയുടെ ഭരണകാലം, ആ സമയത്ത് റോമിൽ ക്രൈസ്തവർ അനുഭവിച്ച കൊടും യാതനകൾക്കിടയിലെ അവരുടെ വിശ്വാസത്തിൻ്റെ വെട്ടത്തെക്കുറിച്ചാണ് ഈ നോവൽ പ്രതിപാദിക്കുക. 1896 പുസ്തകം എഴുതപ്പെട്ടത്. പോളിഷ് ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകം പിന്നീട് 50 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. 1905 ഹെൻറിക് ഷീൻകെവിച്ചിന് നോബൽ പ്രൈസ് ലഭിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഖോവാദിസിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് അവാർഡ് നൽകപ്പെട്ടത്. പിന്നീട് ഇത് അതിസുന്ദരമായ സിനിമയായി രൂപാന്തരപ്പെട്ടു. ഈ സിനിമയ്ക്ക് ഗോൾഡൻ ഗ്ലോബും ഓസ്കർ അവാർഡുകളൊക്കെ ധാരാളമായി ലഭിക്കുകയും ചെയ്തു. ഇതൊരു പ്രണയ തീമിലാണ് തുടങ്ങുന്നതെങ്കിലും ഇത് വിശ്വാസത്തിൻ്റെ തീമാണ്. റോമൻ സെഞ്ചുറിയനായ മാർക്കൂസ് വിനീഷ്യസ് ലിജിയ എന്നിവരുടെ പ്രണയമാണ് ആദ്യ പ്രമേയം. ഇയാൾ റോമക്കാരൻ, ലിജിയ നല്ല ആഴമുള്ള ബോധ്യമുള്ള ക്രൈസ്തവ വനിത. അവരിലൂടെ ക്രിസ്ത്യാനി ആരാണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുകയാണ്. ക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, എങ്ങനെയാണ് ക്രിസ്തുവിന് വേണ്ടി വേണമെങ്കിൽ മരിക്കുക എന്നൊക്കെ പഠിച്ചെടുക്കുന്നു. ഓരോ ദിവസവും ലിജിയെ കാണുമ്പോഴൊക്കെ അയാൾ ക്രൈസ്തവ പാഠത്തിൻ്റെ വേദോപദേശങ്ങൾ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവസാനം അയാൾ പൂർണ്ണമായിട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറാവുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഈ സിനിമ, ഈ നോവൽ രചിക്കുന്നതിന് വേണ്ടി ഹെൻറിക് ഷീൻകെവിച്ച് ഒരുപാട് സഞ്ചരിക്കുന്നുണ്ട്. റോമയിൽ വന്ന് ആദിമ ക്രൈസ്തവരുടെ ജീവിത രീതികൾ മൊത്തത്തിൽ പഠിച്ചെടുത്തു. എന്നിട്ട് പഠിച്ച പാഠങ്ങളെ ആസ്പദമാക്കിയാണ് അദ്ദേഹം നോവൽ രചിച്ചത്. ഇതിലെ ഓരോ കഥാപാത്രത്തെയും നമ്മൾ ധ്യാനപൂർവം നോക്കിക്കാണണം. നമ്മൾ ഇന്ന് അതാണ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കഥാപാത്രം പത്രോസ് തന്നെയാണ്. ഇതിലെ ഏറ്റവും സുന്ദരമായൊരു ദൃശ്യം എന്ന് പറയുന്നത്
പത്രോസ് കേന്ദ്ര കഥാപാത്രമായൊക്കെയുള്ള ഒരു ദൃശ്യമാണ്. അതായത് നീറോ പീഡനം അതിഭീഭത്സമായ വിധത്തിൽ അഴിച്ചുവിടുകയാണ്. പത്രോസ് കൂടെ നിന്നു കുഞ്ഞാടുകളുടെ കൂടെ. പക്ഷേ പ്രകൃതിയ ഭീരുത്വമുള്ള പത്രോസ് ഒരു നാൾ കുഞ്ഞാടുകളെ വിട്ട് ആപ്പിയൻ പാതയിലൂടെ കമ്പനാന എന്ന സ്ഥലത്തേക്ക് ഓടി ഒളിക്കുവാൻ തീരുമാനിച്ചു. അതിൻ്റെ പിന്നിൽ കൂടെയുള്ളവരുടെ നിർബന്ധമുണ്ട്. അങ്ങ് ജീവിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഞങ്ങൾ ആരെങ്കിലും മരിച്ചാലും കുഴപ്പമില്ല. പക്ഷേ നേതാവായ അങ്ങ് കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്തുവിൻ്റെ നാമം പേറാൻ അധികം പേരുണ്ടായില്ല എന്ന് വരാം. അതുകൊണ്ട് അങ്ങയുടെ ജീവൻ രക്ഷപ്പെടുത്തണം എന്ന നിർബന്ധവും പ്രകൃതിയായുള്ള അദ്ദേഹത്തിൻ്റെ ഭീരുത്വവും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒളിച്ചോട്ടം നടത്താൻ തീരുമാനിച്ചു. ആപ്പിയൻ പാതയിൽ അദ്ദേഹം എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഈ ആപ്പിയൻ പാതയിൽ നസാറിയൂസ് എന്ന ശിഷ്യൻ്റെ കൂടെ അദ്ദേഹം നിൽക്കുന്നു. ആ രംഗം നിങ്ങളൊന്ന് മനസ്സിൻ്റെ തിരശ്ശീലയിൽ കാണണം. പെട്ടെന്ന് കത്തി ജ്വലിക്കുന്ന ഒരു തീഗോളം താഴേക്ക് ഇറങ്ങി വരുന്ന പോലെ ഒരു ദർശനം അദ്ദേഹത്തിനുണ്ടായി. ആ തീഗോളത്തിന് നടുവിൽ നിന്ന് കർത്താവ് തൻ്റെ മുന്നിലേക്ക് ഇറങ്ങി വരുന്നു. കുരിശു ചുമക്കുന്ന, പീഡിതനാക്കപ്പെട്ട, ചോര വാർക്കുന്ന കർത്താവിനെ കണ്ടിട്ട് പത്രോസ് ഒരു ചോദ്യം ചോദിച്ചു. ഈ നോവലിൻ്റെ ശീർഷക അതാണ്, കൊവാദിസ് ഡോമിനെ, കർത്താവെ നീ എവിടെ പോകുന്നു? ലത്തീനിലെ ചോദ്യത്തിന് ഉത്തരം വെനിയോ റോമാം ഇതേരും ക്രൂസിഫിജി, അതായത് വീണ്ടും കുരിശിൽ മരിക്കാൻ റോമായിലേക്ക് ഞാൻ പോവുകയാണ്. എൻ്റെ കുഞ്ഞാടുകളെ ഉപേക്ഷിച്ചൊരു ഭീരുവിനെ പോലെ പത്രോസ് സ്വയം രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ വീണ്ടും റോമയിലേക്ക് പോയി എൻ്റെ ആടുകൾക്ക് വേണ്ടി കുരിശിൽ മരിക്കാൻ ഞാൻ റോമയിലേക്ക് പോവുകയാണ്. അപ്പോൾ പത്രോസ് മുട്ടുകുത്തി നിലത്ത് വീണ് കരഞ്ഞു. എന്നിട്ട് എഴുന്നേറ്റു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിശ്ചയദാർഢ്യത്തിൻ്റെ ചൈതന്യം കാണാം. അദ്ദേഹം തിരികെ റോമിലേക്ക് നടക്കാൻ തുടങ്ങി. നസാറിയസ് ചോദിച്ചു, അങ്ങെവിടെ പോകുന്നു? റോമിലേക്ക്. എന്തിന്? എൻ്റെ ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ, എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ധീരമായ മരണം ഏറ്റുവാങ്ങാൻ. അദ്ദേഹം മടങ്ങിപ്പോകുന്നു. നീറോയുടെ ഭടന്മാർ അദ്ദേഹത്തെ ബന്ധിക്കുന്നു. പിന്നീട് അദ്ദേഹത്തെ വധിക്കുന്നു സെയിൻറ്റ് പോളിനോടൊപ്പം. ഷെൻറിക് ഷീൻകെവിച്ച് ഈ പുസ്തകം എഴുതുന്നതിന് വേണ്ടി ഈ ആപ്പിയൻ പാതയിൽ കർത്താവ് സെയിൻറ്റ് പീറ്ററിന് പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ഥലത്തെ പള്ളിയിൽ എത്തിച്ചേർന്നു. ആ പള്ളിയുടെ പേര് പാൽമീസ് ചർച്ച് എന്നാണ്. സന്തമാരിയ ഇൻ പാൽമീസ്. ഇൻ പാൽമീസ് എന്നതിൻ്റെ അർത്ഥം ഹോളി ഫീറ്റ് എന്നാണ്. അതായത് അവിടെ കർത്താവിൻ്റെ പാദം പതിഞ്ഞത് ഇപ്പോഴും പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ പാദം പതിഞ്ഞ മണ്ണിലിരുന്നു കൊണ്ട് ഈ നോവലിസ്റ്റ് കർത്താവ് നടന്ന വഴികളെക്കുറിച്ച് ധ്യാനിച്ച് കാണും. ആ വഴികളെക്കുറിച്ച് ധ്യാനിച്ച് അദ്ദേഹം നോവൽ എഴുതി കാണണം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ പീഡാസഹനം എൻ്റെ ഉള്ളിൽ നിറഞ്ഞു, ഞാൻ വേദനിച്ചു, ഞാൻ കരഞ്ഞു, എൻ്റെ ഹൃദയം ചോര വാർത്തു. പിന്നെ കർത്താവിൻ്റെ ഉത്ഥാനം ഞാൻ ധ്യാനിച്ചപ്പോൾ എൻ്റെ ഉള്ളിലുള്ള അഹന്ത ഞാൻ വെടിഞ്ഞു. കർത്താവിനോടൊപ്പം ഉയർപ്പിൻ്റെ ഉജ്ജ്വല മുഹൂർത്തത്തെ വിളിച്ചറിയിക്കുന്ന കാറ്റ് പോലെയായി മാറണമെന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ഞാനും ഉയർപ്പിക്കപ്പെട്ടു. നൗ ഐ എം എ റിസറക്റ്റഡ് ക്രിസ്ത്യൻ. അതെനിക്ക് എല്ലാവരോടും പറയാൻ സാധിക്കും. ആ റിസറക്റ്റഡ് ക്രിസ്ത്യൻ ആയതുകൊണ്ടാകാം അദ്ദേഹത്തിൻ്റെ എഴുത്ത് ആളുകളെ മുഴുവൻ ഉയർപ്പിലേക്ക് നയിച്ചത്. അടുത്തൊരു കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടണം. നീറോയെ തന്നെയാണ്. നീറോയെ വളരെ സുന്ദരമായിട്ട് സിനിമയിലും നോവലിലും അവതരിപ്പിച്ചിട്ടുണ്ട്. നീറോയെ അവതരിപ്പിച്ചതിന് ഓസ്കർ അവാർഡും അഭിനേതാവിന് ലഭിക്കുകയുണ്ടായി. നീറോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈശാചികത മനുഷ്യരൂപം പൂണ്ട ഒരു ചക്രവർത്തിയായിരുന്നു. അയാളുടെ അമ്മ പല ആളുകളെ, ഉറ്റബന്ധുക്കളെ കൊന്നൊടുക്കിയതിന് ശേഷമാണ് അയാളെ ചക്രവർത്തിയാക്കി മാറ്റിയത്. അതിനുശേഷം ഇയാൾ ആദ്യം ചെയ്ത കാര്യങ്ങളിൽ ഒന്ന് അമ്മയെ കൊല്ലുക എന്നുള്ളതാണ്. അമ്മയെ ബോട്ടിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. പിന്നെ അനുചരന്മാരെ അയച്ച് അവരുടെ തല വെട്ടിയെടുക്കുകയായിരുന്നു. ആ തല ഇയാൾ കയ്യിൽ പിടിച്ച് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി എന്ന മട്ടിൽ ആ തല ചവിട്ടി
അതുകൊണ്ട് ആഹ്ലാദം കണ്ടെത്തി എന്നൊക്കെയാണ് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെക്കുക. എന്തൊക്കെയായാലും നീറോ അല്ലേ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവണം. പിന്നീട് സഹോദരന്മാരെ മുഴുവൻ കൊന്നു. ആദ്യ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരുടെ വയറ്റത്ത് ചവിട്ടി അവരെ കൊന്നു. അടുത്ത ഭാര്യയെ ഹൃദയതുല്യം സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അവർ മരിച്ചു. കൊന്നതാണോ മരിച്ചതാണോ എന്ന് ചരിത്രത്തിൽ അറിഞ്ഞുകൂടാ. ഇനി രണ്ടാം ഭാര്യ മരിച്ചതിന് ശേഷം ഇയാൾ എന്താ ചെയ്തത്? അവരുടെ രൂപസാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു പയ്യനെ കല്യാണം കഴിച്ചു പബ്ലിക്കായിട്ട്. ആ പയ്യനെ കല്യാണം കഴിച്ചതിന് ശേഷം മറ്റൊരു അടിമയായ പുരുഷനെ കല്യാണം കഴിച്ചു. രണ്ടാമത്തെ വിവാഹത്തിന് ഇയാൾ വധുവിൻ്റെ വേഷത്തിലാണ് മണ്ഡപത്തിൽ വന്നു നിന്നത്. അപ്പം ഇങ്ങനെ കോമാളിത്തരങ്ങൾ ഒരുപാട് കാട്ടിയ ആളാണ്. ഇനി റോമൻ ചക്രവർത്തിമാരിൽ ഒളിമ്പിക്സ് സമ്മാനം കിട്ടിയിട്ടുള്ള ഒരേ ഒരാൾ നീറോ ചക്രവർത്തിയാണ്. സമ്മാനം സ്വയം നേടിയെടുത്തതാണ്. 10 കുതിരകളെ പൂട്ടിയ രഥത്തിലൊക്കെ സഞ്ചരിച്ചുകൊണ്ട് ആ രഥയോട്ട മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയെന്നാണ് പറയുന്നത്. പക്ഷേ ചരിത്രകാരന്മാർ പറയുന്നത് മുന്നേ ഓടിയ എല്ലാവരെയും ഒളിഞ്ഞു നിന്നിരുന്ന ഭടന്മാർ അമ്പെയ്ത്ത് വീഴ്ത്തി. എന്നിട്ടാണ് ഇയാൾ എല്ലാവരും കൊന്നതിന് ശേഷം ഞാൻ ഒന്നാമനായി എന്ന് പറഞ്ഞ് സമ്മാനം മേടിച്ചത്. അതുപോലെ ആ ഒളിമ്പിക്സ് മത്സരത്തിൽ ധാരാളം സമ്മാനങ്ങൾ ഇയാൾ സ്വന്തമാക്കി. എതിരാളികൾ ആരും ഉണ്ടായിരുന്നില്ല. ഇനി എതിരാളികളായിട്ട് നിൽക്കാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം കളിക്കളത്തിൽ വെച്ച് തല പോകുമല്ലോ. അതുകൊണ്ട് എതിരാളികളില്ലാതെ ഇയാൾ എല്ലാ സമ്മാനങ്ങളും വാരിക്കൂട്ടി. ഇനി ഇയാളെ തന്നെ വിളിച്ചത് അനശ്വരനായ കലാകാരൻ എന്നാണ്. അയാൾ ഇങ്ങനെയാണ് നോവൽ പറയുക: എന്നെപ്പോലെ ഇത്രയ്ക്ക് മഹാനായ ഒരു കലാകാരനുണ്ടോ, മഹാനായ കവിയുണ്ടോ, മഹാനായ ചിത്രകാരനുണ്ടോ, അഭിനേതാവുണ്ടോ, മഹാനായ ഒരു ചക്രവർത്തിയുണ്ടോ? വേറെ ആരും ഇതുപോലെ ഇല്ല. ഇങ്ങനെ വീൺവിളക്കിയിരുന്ന ഒരു മനുഷ്യൻ. ഇനി നോവലുടനീളം ഇയാളുടെ ചിത്രം ക്രിസ്ത്യാനികളെ എങ്ങനെയെങ്കിലും കൊന്നൊടുക്കണം എന്ന് ശപഥം ചെയ്ത ഒരാളുടെ ചിത്രമാണ്. കാരണം റോമിൽ തീയിട്ടത് ഇയാളാണ്. റോമ നഗരം വെന്തിരിഞ്ഞപ്പോൾ വീണമീട്ടിയ വ്യക്തിയാണ് ഈ ചക്രവർത്തി എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. വീണമീട്ടിയിരുന്ന അദ്ദേഹം പിന്നീട് പറഞ്ഞത് ക്രിസ്ത്യാനികളാണ് റോമ നഗരത്തെ വെണ്ണീറാക്കിയത് എന്നാണ്. പിന്നെ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കണം, സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുക എന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടത്. ക്രിസ്ത്യാനികളെ മുഴുവൻ സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തു, കൊന്നൊടുക്കി. അങ്ങനെയൊക്കെ സന്തോഷം കണ്ടെത്തിയ ഒരു വല്ലാത്തൊരു മനുഷ്യനായിരുന്നു ഈ നീറോ. എന്നിട്ട് അവസാനം എന്താ സംഭവിച്ചത്? ശത്രുക്കൾ കൊട്ടാരം വളയുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മരിക്കല്ലാതെ വേറെ മാർഗമില്ല. പക്ഷേ കുത്തിയിരുത്തിയിരിക്കുന്ന കഠാരയിലേക്ക് എടുത്ത് ചാടാൻ വയ്യ, പേടിയാണ്. പിന്നെ അയാളുടെ സഹചാരിയായിരുന്ന ഒരു യുവാവ് ഇയാളെ എടുത്തെറിയുകയാണ് ചെയ്തത് ആ കഠാരയിലേക്ക്. അങ്ങനെ മരിച്ചു. മരിക്കുന്നതിന് ഇയാളെന്താ പറഞ്ഞത്? റോമിന് നഷ്ടപ്പെട്ടത് അനശ്വരനായ കലാകാരനെയാണ്. അത് പറഞ്ഞിട്ടാണ് അയാൾ മരിച്ചത്. ഈ കഥാപാത്രത്തെ അതിസുന്ദരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇയാൾ കോമാളിയാണല്ലോ പലപ്പോഴും. സെയിൻറ്റ് പീറ്ററിനെ തൊടാൻ ശ്രമിക്കുന്ന ഒരു രംഗമുണ്ട്. തൊടാൻ ശ്രമിച്ചപ്പോൾ മിന്നലേറ്റ പോലെ ഇയാളുടെ കൈ തെറിച്ചുപോയി. അപ്പോൾ കൂടെ നിന്നൊരാൾ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്: യു കനോട്ട് ടച്ച് ഹിം മൈ ലോഡ് ബിക്കോസ് ഹി ഹാസ് ദ ടച്ച് ഓഫ് ദ ലോഡ്. അതായത് എൻ്റെ തമ്പുരാനെ, അയാളെ തൊടാൻ പറ്റില്ല, കാരണം അയാൾക്ക് തമ്പുരാൻ്റെ സ്പർശമുണ്ട്. യു കനോട്ട് ടച്ച് ഹിം മൈ ലോഡ് ബിക്കോസ് ഹി ഹാസ് ദ ടച്ച് ഓഫ് ദ ലോഡ്. യഥാർത്ഥ തമ്പുരാൻ്റെ സ്പർശമുള്ളത് കൊണ്ട് തമ്പുരാനെ, നിങ്ങൾ അവനെ തൊടാൻ ശ്രമിക്കണ്ട, നിങ്ങൾ ചിതറിക്കപ്പെടും എന്നാണ് കൂടി നിന്നയാൾ പറഞ്ഞു കൊടുത്തത്. വീണ്ടും സെയിൻറ്റ് പീറ്റർ മരണത്തിന് വേണ്ടി വലിച്ചിഴക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹം ആളുകൾ നോക്കിയിട്ട് പറയുന്നത് എന്താണ്? മൊമെന്തോ ഡോമിനോം. കർത്താവിനെ ഓർക്കുക, റിമെമ്പർ ദ ലോഡ്. ഭാര്യയെ കഴുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും പറഞ്ഞത് അതാണ്, റിമെമ്പർ ദ ലോഡ്. മരണത്തിന് തൊട്ടു മുമ്പും പറഞ്ഞത്, എല്ലാവരെയും നോക്കി പറഞ്ഞത് റിമെമ്പർ ദ ലോഡും മൊമെന്തോ ഡോമിനോം. അപ്പോൾ മരിക്കുമ്പോൾ പോലും കർത്താവിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സെയിൻറ്റ് പീറ്റർ കടന്നു പോവുക എന്നർത്ഥം. ഇനി ക്രിസ്ത്യാനികളെക്കുറിച്ചുള്ള ചിത്രം. ആദിമ ക്രൈസ്തവരുടെ അവസ്ഥകളെ അതിസുന്ദരമായിട്ട്, ക്ലിയറായിട്ട് ഈ ഒരു നോവലിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. നമുക്ക് സങ്കടം തോന്നും, നീറോയ്ക്കൊരു ചിന്ത വന്നു, ഏതായാലും ക്രിസ്ത്യാനികളെ കൊല്ലണം, അപ്പോൾ അവരെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം വേണം മരണത്തിലും. അപ്പോൾ അതുകൊണ്ട് അവരെ വൈക്കോൽ തുറയിൽ പന്തങ്ങളായിട്ട് സ്ട്രീറ്റിൽ കെട്ടി നിർത്തി, എന്നിട്ട് തീ കൊടുത്ത്. പെട്ടെന്നൊന്നും മരിച്ചിരില്ല, പതുക്കെ എരിഞ്ഞെരിഞ്ഞ് വട്ടം വരുത്തും. ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ, നമുക്ക് മുന്നേ പോയവർ സ്വന്തം ജീവിതം നിന്നെരിഞ്ഞ് കത്തിപ്പടർന്ന് മെഴുകുതിരി ധർമ്മം അനുഷ്ഠിച്ചവരാണ്. നമ്മളെങ്ങനെയാണ്? ഉള്ള ദീപങ്ങളൊക്കെ അണച്ചു കളയുകയാണ്.
കെട്ടതാണോ, കെടുത്തി കളഞ്ഞതാണോ? സ്വയം ചോദിക്കണം ആ ചോദ്യം. വീണ്ടും വിരുന്നുശാലകളിലൊക്കെ കത്തുന്ന ഗോളങ്ങളാക്കി, വർണ്ണഗോളങ്ങളാക്കി ഈ ക്രിസ്ത്യാനികളെ അദ്ദേഹം ഓടിച്ചു വിടും, തീ കൊളുത്തിക്കൊണ്ട്. അവരിങ്ങനെ ഓടി നടക്കുമ്പോൾ റോമാക്കാർ സന്തോഷിച്ച് അവരുടെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. ആലോചിച്ച് നോക്കുക. ഇനി അവരുടെ വിരുന്നുശാലകളിൽ വൊമിറ്റോറിയം എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. എന്താണത്? ഭക്ഷണം കഴിച്ച് വീണ്ടും കഴിക്കുന്നതിന് വേണ്ടി ഛർദ്ദിച്ച് കളയാനുള്ള സ്ഥലമാണ് വൊമിറ്റോറിയം. കാരണം ഭക്ഷണപ്രിയരായിരുന്നു. അതുകൊണ്ടാണ് ഗിബൺസിൻ്റെ പുസ്തകം പറയുന്നതനുസരിച്ച് ഭക്ഷണം കഴിച്ച് 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 തിന്ന് തിന്ന് അവർ മരിച്ചു. സത്യമാണ്. ഒരു സാമ്രാജ്യം തന്നെ ഇല്ലാതായത്. ടു മച്ച് ഓഫ് മെയ്റ്റിംഗ്, ടു മച്ച് ഓഫ് ഈറ്റിംഗ്, ടു മച്ച് ഓഫ് റെസ്റ്റിംഗ്. 3 കാരണങ്ങളാണ്. റെസ്റ്റിംഗ് കൂടിപ്പോയി, മെയ്റ്റിംഗ് കൂടിപ്പോയി, ഈറ്റിംഗ് കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ അവർ ഇല്ലാതായി, അവരുടെ സാമ്രാജ്യവും ഇല്ലാതായി. അതും ഒരു പാഠമാണ് നമുക്കൊക്കെ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം ടൂ മച്ചിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ടൂ മച്ചാണ്, നിയന്ത്രണങ്ങളൊന്നുമില്ല. ടൂ മച്ചായി കഴിയുമ്പോൾ ടൂ ബാഡായി പോവും, പിന്നെ ടൂ ലേറ്റായി പോവും എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ആരാണ് പഠിപ്പിക്കുക? പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് തിരികെ നടത്താനുള്ള പ്രേരണയായി മാറേണ്ടത് നമ്മൾ തന്നെയല്ലേ? ആലോചിച്ച് നോക്കുക. ഇത് ഒരു ചാലഞ്ചായിട്ട് തന്നെ സ്വീകരിക്കേണ്ടതല്ലേ? സ്വീകരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ടൂ ലേറ്റായി പോവും. ടൂ മച്ചിൽ കുടുങ്ങി കുഞ്ഞുങ്ങൾ ടൂ ഏർലി നഷ്ടപ്പെട്ടവരായി മാറും. പിന്നെ ടൂ ലേറ്റ് എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ ചിന്താ വിഷയങ്ങളാക്കി മാറ്റാവുന്നതാണ്. ഈ ക്രിസ്ത്യാനികൾ ഒരിക്കലും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള വിശ്വാസദാർഢ്യമാണ് കാണിച്ചത്. പല ദിവസങ്ങളിൽ പട്ടിണിക്കിട്ട സിംഹത്തെയും പുലികളെയും ഒക്കെ ഈ ക്രിസ്ത്യാനികളെ നിരത്തിയിരിക്കുന്ന അരീനയിലേക്ക് പറഞ്ഞു വിടും. ഈ സിംഹങ്ങൾ പാഞ്ഞു വന്ന് കടിച്ചു കയറാനൊരുങ്ങുമ്പോഴും ഇവർ പാടിക്കൊണ്ടിരുന്നത് ഹല്ലേലൂയ ഗീതമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മരണം നിങ്ങളുടെ തൊട്ടുമുമ്പിൽ നിൽക്കുകയാണ്, അതിക്രൂരമായ മരണം. ആ സമയത്ത് ക്രിസ്തുവിനെ ഏറ്റുപറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആലോചിച്ച് നോക്കുക. പറ്റുമോ? ഈ മെക്സിക്കൻ റവല്യൂഷനൊക്കെ നടക്കുന്ന സമയത്ത് മെക്സിക്കോയിൽ ജെയിംസ് കവിയറിനെതിരെ ക്രിസ്ത്യാനോ എന്ന പേരിൽ ക്രൈസ്തവർ വിപ്ലവ മുഴക്കുന്ന സമയത്ത് എത്രയെത്ര ക്രൈസ്തവരെയാണ്, 2 ലക്ഷത്തിലേറെ കത്തോലിക്കരെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത്. അവരൊക്കെ ഈ ഭടന്മാരൊക്കെ കൊല്ലാൻ വരുമ്പോൾ അങ്ങനെ നിന്നു. അതിലൊരച്ഛൻ അദ്ദേഹത്തെ രക്ഷിക്കാനും വേണ്ടി ഹൊസെ സാഞ്ചോസ് റേയസ് എന്ന കൊച്ചു ഓൾട്ടർ ബോയ് പയ്യൻ പറയുമ്പോൾ ഇയാൾ പറയുന്നത്, ഞാൻ എങ്ങോട്ടോ ഓടുക, ആൾത്താരെ വിട്ട് ഞാൻ എവിടെ പോകാനാണ്? ആൻഡ് ഹു ആം ഐ ഇഫ് ഐ ഡോണ്ട് സ്റ്റാൻഡ് ഫോർ വാട്ട് ഐ ബിലീവ് ഇൻ? ഞാൻ വിശ്വസിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നില്ലെങ്കിൽ ഞാൻ ആരാണ് മോനെ? അങ്ങനെ അദ്ദേഹത്തെ പോലെ എത്ര പേരാണ് മരണം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. പ്രിയപ്പെട്ട സുഹൃത്തെ, പുസ്തകം വായിച്ചിരിക്കാൻ എളുപ്പമാണ്, കഥ കേട്ടിരിക്കാൻ അതിലും എളുപ്പമാണ്. ജീവിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്. ക്രിസ്തുവിനെക്കുറിച്ച് പറയാൻ എന്ത് എളുപ്പമാണ്. ക്രിസ്തുവായി ജീവിക്കണമെങ്കിൽ ആദ്യം എൻ്റെ ഉള്ളിൽ മരണം സംഭവിക്കണം, പിന്നെ ക്രിസ്തു എന്നിൽ ഉയർക്കണം. അതിന് ഞാൻ തയ്യാറാവോ? എന്നെ കൊല്ലാൻ ഞാൻ റെഡിയാണോ? സ്വയം ഒന്ന് ചോദിക്കുക. നല്ല യാത്ര നേരുന്നു. വഴി നടന്നലഞ്ഞപ്പോൾ വഴി വിളക്കണഞ്ഞപ്പോൾ വഴിയിൽ വെളിച്ചമായി തെളിഞ്ഞവൻ നീ. കര കാണാ കടലിലെ അലകളിൽ താഴവേ കരമേകാൻ വന്നതും നീ ഒരുവൻ. വഴി നടന്നലഞ്ഞപ്പോൾ വഴി വിളക്കണഞ്ഞപ്പോൾ വഴിയിൽ വെളിച്ചമായി തെളിഞ്ഞവൻ നീ.